ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ പാട്ട് തിരുത്തണമെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വസന്ത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയ പാട്ട് ഇവർ തിരുത്തി, ഇവർ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായ രാജീവ് കണ്ഠരര് വഴിയാണ്. 2007 അദ്ദേഹത്തെ പരികർമ്മിയായിട്ട് ഇദ്ദേഹം അവിടെ നിയമിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് അതിനകത്ത് അധികാരമില്ല, സാലറി കൊടുക്കുന്ന ദേവസ്വം ബോർഡല്ല, തന്ത്രിയുടെ അധികാരത്തിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ് 2012-14 കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ശ്രീ MP ഗോവിന്ദൻ നായർ അദ്ദേഹത്തെ കീഴ്ശാന്തി നിയമനമായി നടത്തുന്നതോടെ, അത് ദേവസ്വം ബോർഡാണ് നിയമിക്കുന്നത് കീഴ്ശാന്തി. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്നൊരു പാടിയപ്പോൾ 2012-14 കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MP ഗോവിന്ദൻ നായരാണ് അദ്ദേഹത്തെ അവിടെ ഔദ്യോഗികമായി പരികർമ്മിയായിട്ട് നിയമിക്കുന്നത്. രേഖകളുള്ളതാണ്. 2014 ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നിട്ട് അദ്ദേഹത്തെ മേൽശാന്തിയായിട്ട് നിയമിക്കുകയാണ്, ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്തുകൊണ്ട്. 2014 2018-19 നടന്ന സ്ത്രീ പ്രശ്നത്തിലുള്ള സമരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ വലങ്കയായിരുന്നു. ഇനി ചരിത്രത്തിൽ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ ദിവ്യയ്ക്കത് ബോധ്യപ്പെടും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ ഉപയോഗിച്ച അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ട് എൻ്റെ ദ്വാരപാലക പീഠം കാണാനില്ലേ എന്നൊരു പ്രശ്നം മുന്നോട്ട് വെച്ച് അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്താൻ പരിശ്രമിച്ചത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഭണ്ഡാരി, ഗോവർദ്ധൻ, സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, തിരിച്ചറിയാൻ വയ്യാത്തൊരു വിദേശി, ഇത്രയും പേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ വരുന്നത് കേരളം കണ്ട് പകച്ചുപോയി. ബാല്യം എന്ന് പറയുന്നത് പോലെ കേരളം പകച്ചുപോയി. എന്നിട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമായിട്ട്. അംഗങ്ങളോ പത്മകുമാറോ എൻ വാസുവോ അത് പറയാം ശ്രീമതി ദിവ്യ. ഈ ഭരണസമിതി അംഗങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് SIT വെളിപ്പെടുത്തട്ടെ. SIT വെളിപ്പെടുത്തി. ഇപ്പോൾ തന്ത്രിയെ സംബന്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് പുറത്തു വന്നു. തന്ത്രി അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യം ദൈവതുല്യം. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പല ചാനലുകളിലും പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ല പത്മകുമാറിന്റെ പങ്കും കോടതിയിലൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. എന്റെ സമയമാണോ വസന്തിന്റെ സമയമാണോ? അല്ല താങ്കളോട് തന്നെയാണ്. അല്ല പത്മകുമാർ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയെ കുറിച്ച് കൃത്യനിർവഹണത്തിലുണ്ടായ വീഴ്ചയാണോ വസന്താണോ അവതാരം? അതൊന്ന് കൃത്യമായിട്ട് ഞാൻ ചർച്ച ഗോപൻ താങ്കൾക്ക് പറയാം. അല്ല ദിവ്യയാണോ അവതാരക വസന്താണോ ആരാന്ന് പറഞ്ഞു? ഞാൻ തന്നെയാണ്. ആരാ അവതാരക? അവതാരക ഞാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. PK ഗോപൻ SIT നിങ്ങള് അല്ലെ, എനിക്ക് സംശയം തോന്നിയത് എന്നോടിപ്പോ ചോദ്യം ചോദിക്കുന്നത് വസന്താണ്, അതുകൊണ്ടാണ്. അതായത് SITയുടേത് നിങ്ങൾ പത്മകുമാറിന്റെ കേസാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ സംഭവങ്ങളും ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കല്ല അറിയാം പത്മകുമാർ ദൈവതുല്യർ എന്ന് പറഞ്ഞത് ആരാണെന്ന്. നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് CPMന്റെ ലീഡർഷിപ്പിനെയാണെന്നാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ദൈവതുല്യർ എന്ന കോൺസെപ്റ്റിലല്ല ലീഡർഷിപ്പിനെ കാണുന്നത്. അത് കോൺഗ്രസിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിലും വരുന്നതാണ്. അതുകൊണ്ട് ദൈവതുല്യർ എന്ന് പറഞ്ഞത് ശബരിമല ശ്രീകോവിലിനകത്തേക്കൊരു സാധനം കടത്താനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ ആത്യന്തികമായി അനുമതി കൊടുക്കേണ്ടുന്ന ദേവന്റെ അനുജ്ഞ എന്ന പേരിൽ ഞാൻ സിംഗിൾ ഇൻവെർട്ടർ കോമയെ പറയുകയാണ്. ദേവന്റെ അനുജ്ഞ എന്ന പേരിൽ അത് കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരാളെ ഉള്ളൂ, അത് തന്ത്രിയാണ്. ആ തന്ത്രിയാണ് ഈ പത്മകുമാർ ഉദ്ദേശിച്ചതെന്ന് പല ചർച്ചകളിലും പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് SITയിൽ ശബരിമലയെ സംബന്ധിച്ച ഈ തന്ത്രിയാണ് ശ്രീമതി ദിവ്യ ഇതിന്റെ അനുജ്ഞ കൊടുക്കേണ്ടുന്നത്. ശബരിമലയിൽ നിന്ന് ഏത് സാധനം കൊണ്ടുപോകണമെങ്കിലും അകത്തോട്ട് വരുമ്പോഴും തന്ത്രിയാണ് അനുജ്ഞ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തന്ത്രി ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കേണ്ട ആളാണോ പത്മകുമാറും മറ്റ് ഭരണസമിതി അംഗങ്ങളും? അവരും കൂടി ഈ രേഖകളൊക്കെ തിരുത്തിയാണല്ലോ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടത്തുന്നത്, സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്.